ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു കിടില വീട് വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ആർക്കിടെക്ചർ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വീട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര പെരിങ്ങാലയ്ക്ക് സമീപത്തായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4.25 സെൻറ്റ് സ്ഥലത്ത് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റിയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ 500 മീറ്റർ മാത്രം ദൂരവും, സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ ദൂരവും, 12 കിലോമീറ്റർ തൃപ്പൂണിത്തുറയിലേക്കും 14 കിലോമീറ്റർ കൊച്ചി ലുലു മാളിലേക്കും വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു എലവേഷനിലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം മനോഹരമായി തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ളൊരു ഫ്രണ്ട് മതിലാണ്, അതുപോലെ തന്നെ ഗേറ്റുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലാണ് ഈ ഫ്രണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2 വലിയ SUV കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടും ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലെല്ലാം നല്ല പ്രത്യേക നല്ല ക്യൂട്ടായ ഒരു ഹാൻഡിലെല്ലാം നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ TV യൂണിറ്റ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി വരുന്നു. നല്ല സ്പേഷ്യസ് ഡൈനിങ് ഏരിയ ഇവിടെയും ലഭിക്കുന്നു. ഏതാണ്ട് ഒരു 8-10 പേർ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിറ്റിംഗ് അവിടെ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും കിച്ചണിലേക്ക് ഒരു എൻട്രി വരുന്നു. മനോഹരമായൊരു കിച്ചണാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് പ്ലസ് വുഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. മാത്രമല്ല നമുക്ക് കിച്ചണോട് ചേർന്നതിന് വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് ഒന്ന് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബിന് ചേർന്നതിൻ്റെ സ്റ്റഡി ഏരിയയും നൽകിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിവൈഡായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല സെറയുടെയും ജാഗോൻ്റെയും സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 10, 12, 12, 14 എന്ന അളവിലാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സെറയുടെയും ജാഗോൻ്റെയും സാനിറ്ററി ഫിറ്റിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു പർഗോള എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു സ്പേസ് നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് വലിയൊരു TV യൂണിറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഭംഗിയാക്കി തന്നെ ചെയ്തിരിക്കുന്നു. വാളുകളിൽ വാൾപേപ്പർ എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഒരു സൈഡ് ഒരു ടഫൻ ഗ്ലാസ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഡിസൈൻ അവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബാത്റൂം സൈഡിലേക്ക് പോയാൽ
സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ജാഗ്വറിൻ്റെയും സെറയുടെയും സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മാറ്റ് പാറ്റേണിലുള്ള ഒരു ടൈൽസ് ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. മനോഹരമായ ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാൾഡ്രോബ് സൗകര്യവും എല്ലാം തന്നെ നൽകി തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഡിവൈഡായി തന്നെ അത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജാഗോൻ്റെയും സെറയുടെയും സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷീറ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ബാൽക്കണിയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡിലെ ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നൽകിയിരിക്കുന്ന ഈ വീട് ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിൻ്റെ വില വരുന്നത് 96 ലക്ഷം രൂപയാണ് വില. തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.